അത് സംഘപരിവാർ ലൈനല്ലേ? ആ ലൈൻ എടുക്കുന്ന ഈ പറയുന്ന നിങ്ങളുടെ പ്രധാനപ്പെട്ട നേതാവിനോട് നിർത്തുപാല എന്ന് പറയണ്ടേ നിങ്ങൾ? അത് കേരളത്തെ ധ്രുവീകരിക്കലല്ലേ ശ്രീ മുസ്തഫ? ഫ്ലാഷ് ബാക്ക്. ഇടതുപക്ഷം നാൽക്കവലയിലാണ്. തീർച്ചയായിട്ടും ഞങ്ങൾ ജനങ്ങളുടെ മധ്യത്തിൽ നാൽക്കവലയിലാണ്. ലോകത്ത് ട്രംപ് ഉയർത്തുന്ന ഭീഷണി, ഇസ്രായേൽ ഉയർത്തുന്ന ഭീഷണി, സാമ്രാജ്യത്വ അധിനിവേശം, ഇതിനൊക്കെ എതിരായിട്ടുള്ള ഇടതുപക്ഷത്തിന്റെ നിലപാടുകൾ, ന്യൂയോർക്കിലെ മംദാനിയെ പോലെ സോഷ്യലിസ്റ്റ് കാഴ്ചപ്പാടുള്ളവരുടെ വിജയങ്ങൾ, എന്നിട്ട് വർഗീയത പറയുന്ന നിലപാടുകളുടെ കാര്യത്തിൽ തീർച്ചയായിട്ടും നിങ്ങൾ നോക്ക്. മുസ്തഫ, UDF അധികാരത്തിലേക്ക് വന്നാൽ ജമാഅത്തെ ഇസ്ലാമി ആഭ്യന്തരമന്ത്രിയാകും എന്ന നിലപാട് CPM നിലപാടാണോ? ഇവിടെ മാറാടുകൾ ആവർത്തിക്കും എന്ന ഭീതി പരത്തൽ CPM നിലപാടാണോ? ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. മുസ്തഫ, തെരഞ്ഞെടുപ്പ് ഇന്നും നാളെയും കഴിയും. ആരെങ്കിലും ജയിക്കും, ആരെങ്കിലും തോക്കും. ഈ നാടിന്റെ സോഷ്യൽ ഫാബ്രിക്കിനെയാണ് ഈ പറയുന്ന ബാലനെ പോലെയുള്ളവർ കുത്തി എന്താണ് പണ്ടാരോടെ കളയുന്നത്. മുസ്തഫ, ചെയ്യരുത്, അപകടമാണ്, അപകടമാണ്. ഈശ്വര, ഇനി എന്ത് ചെയ്യും? അല്ലത് നാടിനെ മുടിപ്പിക്കലാണ് 10 വോട്ടിന്. ബാലൻ പറയാണ് സംഘപരിവാർ എന്താണോ ഉത്തരവിൽ അതിന് ബാലൻ പറയാ കേരളത്തോട് എന്തൊരു മര്യാദകളാണ് 10 വോട്ടിന് വേണ്ടിയോ? ബാലനല്ല പറഞ്ഞത് ഹാഷ്മി ഇങ്ങനെ തെറ്റിദ്ധാരണ ഉണ്ടാക്കരുത്. ഈ കേരളത്തിൽ ഇതെല്ലാം ഈ സമയത്ത് ആവർത്തിച്ചു പറഞ്ഞത് മുസ്ലിം ലീഗിന്റെ നേതാക്കളാണ്. ഞാൻ അതിന് ഒരു ഉദാഹരണം കൂടി പറയാം, അത് പറയാൻ കേൾക്കാൻ സന്നദ്ധമാകും. വെള്ളാപ്പള്ളി പറഞ്ഞത് മൗത്ത് പീസ് ആവുന്ന എന്തിനാ? ബാലൻ വെള്ളാപ്പള്ളിയുടെ ആശയ സഹോദരനാണോ ബാലൻ? ബാലൻ CPM കേന്ദ്ര കമ്മിറ്റി അംഗമായിരുന്നില്ലേ? ഉത്തരവാദിത്വം ഇല്ലേ? ഒരു ബേസിക് ഉത്തരവാദിത്വം വേണം നാടിനോട്. കുട്ടിച്ചോറാക്കാവോ? ഹാഷ്മി പറയുന്നത് തനി തോന്നിയാവാസമാണ്. ഞാനല്ല പറഞ്ഞത്, ബാലൻ പറഞ്ഞ മാനോ മര്യാദയുള്ള ഒരു തെണ്ടിയില്ലടാ ഇവിടെ.